നമസ്കാരം, എല്ലാവർക്കും മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ്. വരാനിരിക്കുന്ന കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാമിനെയും ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആദ്യ ചോദ്യം, 2021 ആർഷദർശന പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? സി രാധാകൃഷ്ണൻ. 2021 ആർഷദർശന പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. US കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയാണ് ആർഷദർശന പുരസ്കാരം നൽകുന്നത്. US കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയാണ് ആർഷദർശന പുരസ്കാരം നൽകുന്നത്. 2020 ഈ പുരസ്കാരം നേടിയത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരുന്നു. 2020 ഈ പുരസ്കാരം നേടിയത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരുന്നു. 2021 മുകുന്ദരാജ സ്മൃതി പുരസ്കാരത്തിന് അർഹയായ കലാകാരി കലാമണ്ഡലം ക്ഷേമാവതി. 2021 മുകുന്ദരാജ സ്മൃതി പുരസ്കാരത്തിന് അർഹയായ കലാകാരി കലാമണ്ഡലം ക്ഷേമാവതിയാണ്. 2021 രാമാനുജൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞയാണ് പ്രൊഫസർ നീന ഗുപ്ത. 2021 രാമാനുജൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞയാണ് പ്രൊഫസർ നീന ഗുപ്ത. വികസ്വര രാജ്യങ്ങളിലെ യുവ ഗണിത ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് രാമാനുജൻ പുരസ്കാരം. വികസ്വര രാജ്യങ്ങളിലെ യുവ ഗണിത ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് രാമാനുജൻ പുരസ്കാരം. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ മലയാളിയാണ് ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞൂരാൻ. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ മലയാളിയാണ് ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞൂരാൻ. 2021 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് 1.6 മെട്രിക് ടൺ ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റി അയച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2021 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് 1.6 മെട്രിക് ടൺ ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റി അയച്ച രാജ്യം ഇന്ത്യ. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ രണ്ടു രാജ്യങ്ങൾ പരസ്പരം അവരുടെ വിമാനയാത്രാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടാണ് എയർ ബബിൾ കരാറുകൾ വയ്ക്കുന്നത്. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ രണ്ടു രാജ്യങ്ങൾ പരസ്പരം അവരുടെ വിമാനയാത്രാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടാണ് എയർ ബബിൾ കരാറുകൾ വയ്ക്കുന്നത്. ഇന്ത്യ 35 പരം രാജ്യങ്ങളുമായി എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ 35 പരം രാജ്യങ്ങളുമായി എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2022 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങൾ കസഖ്സ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയാണ്. 2022 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങൾ കസഖ്സ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2021 ഏറ്റവും അധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2021 ഏറ്റവും അധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. 2021 ഡിസംബർ 18 വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഇന്ത്യയുടെ ഉപരിതല ബാലിസ്റ്റിക്സ് മിസൈൽ ഏതാണ്? അഗ്നി പ്രൈം. 2021 ഡിസംബർ 18 വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഇന്ത്യയുടെ ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം. ഒഡീഷയിലെ ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് അഗ്നി പ്രൈം പരീക്ഷിച്ചത്. ഒഡീഷയിലെ ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് അഗ്നി പ്രൈം പരീക്ഷിച്ചത്. അഗ്നി 3 മിസൈലിനേക്കാൾ 50% വരെ ഭാരം കുറഞ്ഞതാണ് അഗ്നി പ്രൈം. അഗ്നി 3 മിസൈലിനേക്കാൾ 50% ഭാരം കുറഞ്ഞതാണ് അഗ്നി പ്രൈം. ആണവായുധ വാഹനശേഷിയുള്ള അഗ്നി പ്രൈം റോഡിൽ നിന്നോ റെയിലിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയും. ആണവായുധ വാഹനശേഷിയുള്ള അഗ്നി പ്രൈം റോഡിൽ നിന്നോ റെയിലിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയും.
അഗ്നി പ്രൈമിൻ്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് DRDO ആണ്. അഗ്നി പ്രൈമിൻ്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് DRDO ആണ്. 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് അഗ്നി പ്രൈമിൻ്റെ പ്രഹരശേഷി. 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് അഗ്നി പ്രൈമിൻ്റെ പ്രഹരശേഷി. കുനൂർ സൈനിക ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംയുക്ത സംഘത്തിലെ തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. കുനൂർ സൈനിക ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംയുക്ത സംഘത്തിലെ തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. ഇന്ത്യൻ ആർമി ഒരു വർഷത്തേക്ക് ദത്തെടുത്ത തമിഴ്നാട്ടിലെ ഗ്രാമമാണ് നഞ്ചപ്പ സത്രം. ഇന്ത്യൻ ആർമി ഒരു വർഷത്തേക്ക് ദത്തെടുത്ത തമിഴ്നാട്ടിലെ ഗ്രാമമാണ് നഞ്ചപ്പ സത്രം. 2021 ഡിസംബറിൽ നടന്ന കുനൂർ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തദ്ദേശീയരോടുള്ള ബഹുമാന സൂചകമായാണ് ഈ നടപടി. 2021 ഡിസംബറിൽ നടന്ന കുനൂർ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തദ്ദേശീയരോടുള്ള ബഹുമാന സൂചകമായാണ് ഈ നടപടി. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ്? കിഡംബി ശ്രീകാന്ത്. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ പുരുഷ താരം കിഡംബി ശ്രീകാന്ത്. 2021 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് കിഡംബി ശ്രീകാന്ത് ഇന്ത്യയ്ക്കായി ആദ്യ വെള്ളി മെഡൽ നേടിയത്. 2021 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് കിഡംബി ശ്രീകാന്ത് ഇന്ത്യയ്ക്കായി ആദ്യ വെള്ളി മെഡൽ നേടിയത്. 2021 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് ലക്ഷ്യ സെന്നാണ്. 2021 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് ലക്ഷ്യ സെന്നാണ്. ചരിത്രത്തിലാദ്യമായാണ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടുന്നത്. ചരിത്രത്തിലാദ്യമായാണ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടുന്നത്. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് മെൻസ് സിംഗിൾസ് ഫൈനലിൽ കിഡംബി ശ്രീകാന്തിനെ പരാജയപ്പെടുത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് സിംഗപ്പൂർ താരമായ ലോ കീൻ യു ആണ്. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് മെൻസ് സിംഗിൾസ് ഫൈനലിൽ കിഡംബി ശ്രീകാന്തിനെ പരാജയപ്പെടുത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് സിംഗപ്പൂർ താരമായ ലോ കീൻ യു ആണ്. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ സിംഗപ്പൂർ താരം കൂടിയാണ് ലോ കീൻ യു. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ സിംഗപ്പൂർ താരം കൂടിയാണ് ലോ കീൻ യു. 2021 അന്തരിച്ച ചില പ്രശസ്ത മലയാളികളെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. സ്വാമി പ്രകാശാനന്ദ, ശിവഗിരി മഠത്തിലെ മുതിർന്ന സന്യാസി. ശിവശങ്കരൻ നായർ, പ്രശസ്ത സംവിധായകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ACM അബ്ദുള്ള, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ സെക്രട്ടറി. ഡെന്നിസ് ജോസഫ്, പ്രശസ്ത മലയാള ചലച്ചിത്ര തിരക്കഥാകൃത്ത്. മേൽ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയായവയാണ്. സ്വാമി പ്രകാശാനന്ദ ശിവഗിരി മഠത്തിലെ മുതിർന്ന സന്യാസി. ശിവശങ്കരൻ നായർ പ്രശസ്ത സംവിധായകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ACM അബ്ദുള്ള, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ സെക്രട്ടറി. ഡെന്നിസ് ജോസഫ്, പ്രശസ്ത മലയാള ചലച്ചിത്ര തിരക്കഥാകൃത്ത്. 2021 ചില രാജ്യാന്തര സമ്മേളനങ്ങളും വേദികളും താഴെ ചേർക്കുന്നു. ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. G20 ഉച്ചകോടി ഇറ്റലി. 13ാമത് ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ. APEC ഉച്ചകോടി ന്യൂസിലാൻഡ്. നാറ്റോ സമ്മേളനം ബ്രസീൽ. 47ാമത് G7 ഉച്ചകോടി ഇന്തോനേഷ്യ. ഇവയിൽ 4ാമത്തേതും 5ാമത്തേതുമാണ് ശരിയല്ലാത്ത ജോഡി. ശരിയായവ G20 ഉച്ചകോടി ഇറ്റലി, 13ാമത് ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ, APEC ഉച്ചകോടി ന്യൂസിലാൻഡ് എന്നിവയാണ്. G20 ഉച്ചകോടി ഇറ്റലി, 13ാമത് ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ, APEC ഉച്ചകോടി ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. വനിതകളുടെ ഏകദിന ക്രിക്കറ്റിൽ
50 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ താരം, രാജ്യാന്തര T20 ക്രിക്കറ്റിൽ 2000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം, വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ കളിച്ച ആദ്യ താരം, വനിതകളുടെ രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം. ഇവയിൽ തെറ്റായ പ്രസ്താവന നാലാമത്തേത് മാത്രമാണ്. വനിതകളുടെ രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം മിതാലി രാജ് അല്ല. ശരിയായ പ്രസ്താവനകൾ: വനിതകളുടെ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ താരം, രാജ്യാന്തര T20 ക്രിക്കറ്റിൽ 2000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം, വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ കളിച്ച ആദ്യ താരവും മിതാലി രാജാണ്. കേരളത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന അതിജീവനം എന്ന പദ്ധതി ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായി കാതോരം എന്ന പദ്ധതി ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തേതും നാലാമത്തേതുമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന അതിജീവനം എന്ന പദ്ധതി ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ചില പുസ്തകങ്ങളുടെയും എഴുത്തുകാരുടെയും പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. ഘാതകൻ KR മീര, വീണ്ടു വിചാരം ജോസഫ് M പുതുശ്ശേരി, എൻ്റെ മൂന്നാമത്തെ നോവൽ T പത്മനാഭൻ, കൊറോണ കവിതകൾ PJ ജോസഫ്, സിനിമയും രാഷ്ട്രീയവും രമേശ് ചെന്നിത്തല. ഇവയിൽ നാലാമത്തേതും അഞ്ചാമത്തേതുമാണ് ശരിയല്ലാത്ത ജോഡി. ശരിയായവ: ഘാതകൻ KR മീര, വീണ്ടു വിചാരം ജോസഫ് M പുതുശ്ശേരി, എൻ്റെ മൂന്നാമത്തെ നോവൽ T പത്മനാഭൻ. ഘാതകൻ KR മീര, വീണ്ടു വിചാരം ജോസഫ് M പുതുശ്ശേരി, എൻ്റെ മൂന്നാമത്തെ നോവൽ T പത്മനാഭൻ.